പൊളിഞ്ഞൊന്നുണ്ടെങ്കിൽ നല്ലതെന്ന് പറയാൻ പറ്റുള്ളതാണ്. സാറിൽ കൊണ്ട് സാറൊന്നും പറഞ്ഞില്ല, കയറിക്കുമായിരിക്കും. ജലാശയത്തിൽ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു. ജലാശയത്തിൽ ഇറങ്ങാൻ പാടില്ല. അവിടെ പോയ ബോട്ടിംഗ് ഉണ്ട്. അതിന് മുമ്പ് ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടിട്ട് പോകാം. ഓ ഡാം നീല കളറുള്ളടാ ആ പൊടി. മോനെ സീന് സാധനം. കാഴ്ച തന്നെ ഇല്ലല്ലോ. അവിടെ പോയി ബോട്ടിങ് കിട്ടാൻ പറ്റും. അയ്യോ നെറ്റില്ലല്ലേ, നെറ്റ് വരുമ്പോൾ ഓ പച്ച കളർ നീല കളർ വേണം. ഗപ്പിച്ചിട്ടാണ് ഫോട്ടോ വരുന്നതിന് ഒരു ശരിപ്പെടുത്തുന്ന നല്ല പറ്റിയ ഫോട്ടോ കേട്ടോ. ഇല്ല അവിടെ നമുക്ക് മഞ്ഞ് മൂടി കിടക്കണ ഒരു 2-3 മലകളൊക്കെ കാണാം. അതിൻ്റെ ബാക്കിൽ കൊള്ളാം സീൻ സ്ഥലം. ഇവിടെ പിന്നെ ടിക്കറ്റൊന്നും ഇല്ല കേട്ടോ കയറാൻ. നിങ്ങൾക്ക് വെറുതെ വന്ന് കയറി കണ്ടിട്ട് പോവാം. നല്ല വൈബ് സ്ഥലം. അപ്പോൾ എന്നല്ല ഞാൻ ഉച്ചയ്ക്ക് 2:30 വന്ന് കയറി നിൽക്കുന്നത്. സോ അതിൻ്റേതായ ഒരു വെയിലുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് ഇപ്പോൾ തോന്നുള്ളൂ. നിങ്ങളൊരു വൈകിട്ടൊരു 4 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സീൻ സ്പോട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന് വർത്തമാനം പറയാനുള്ളൂ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നിട്ട് ഇവിടെ നിന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാനും ഒറ്റയ്ക്കാണേലും ഇപ്പോൾ ഇവിടെ ഒന്ന് അവിട്ടിരുന്നാൽ വെള്ളത്തിൽ അവർ വഴക്കോരെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഇല്ലെങ്കിൽ അതിനകത്തും ഇരിക്കാം. ഇവിടെ ഇരുന്നാൽ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഒരു പാട്ടൊക്കെ കേട്ടാലും ആ വ്യൂ നല്ല അടിപൊളിയായിട്ട് കാണാണ്ട. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബാക്കിലെ മരങ്ങളൊക്കെ കണ്ട് ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാം. ബാക്കിലോട്ടാണുള്ളത് അവിടെ മരങ്ങളും കാട് കാര്യങ്ങളൊക്കെ കണ്ട്. എനിക്ക് കളറിൻ്റെ വെള്ളത്തിൻ്റെ കളറാണ് കേട്ടോ ഒരു വെറൈറ്റി കളർ. ലൈക്ക് ഒരു പച്ച നീല കടൽ പോലെ കിടക്കാം. നമ്മൾ യൂഷ്വലി ഡാമിൽ വരുമ്പോൾ ഈ ഒരു കളർ ഞാൻ ഇതുവരെ എവിടെ ശ്രദ്ധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഉച്ചവെയിലിൻ്റെ പ്രശ്നം, ഉച്ചവെയിലിൻ്റെ ഗുണമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല കളർ. ആ ഒരു ഇത്രയും പാർട്ട്, അതായത് ഈ ഡാമിൻ്റെ ഒരു പാർട്ട് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ബോട്ടിങ്ങിന് പോകുന്നു. നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയിട്ട് ഇവിടുത്തെ പരിപാടി എങ്ങനെ നോക്കിയിട്ട് വരാം. നമ്മളെന്തായാലും ബോട്ടിങ്ങിനൊന്നും പോകുന്നില്ല. കാരണം ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ തെന്മല പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് കോളേജ് എത്തണം 7 മണിയാകുമ്പോൾ. കാരണം ഇന്ന് കുറച്ചധികം പരിപാടിയുണ്ട്. ഞായറാഴ്ച ദിവസമാണല്ലോ. 2 മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ 2 മീറ്റിങ്ങിനൂടെ കയറിയിട്ട് വരുമ്പോൾ ഒരു സമയമാവും. ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. റിഫറൻസ് ഫ്രം ട്രക്സ് ഇഫ് യു ഹാവ് എ നോൺ റെക്കോർഡ് ഓഫ് ഹാർട്ട് എലിമെൻറ്റ്സ്. ഇവിടെ ട്രക്കിംഗ് ഒക്കെ പറ്റും. ട്രക്കിംഗ് ട്രക്കിംഗ് ഉണ്ട്. പക്ഷേ ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ ഇവരുടെ വെബ്സൈറ്റിലുണ്ടത്. ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ബോട്ടിങ്ങൊക്കെ പോകും. 4 സ്റ്റാറിലുണ്ട്. അതുപോലെ തന്നെ ഒരു എക്കോ ഷോപ്പുണ്ട്. നമുക്ക് എന്തായാലും സാധനമാണ്. മറ്റേ മഞ്ഞപ്പൊടിയും തേനുമൊക്കെ തന്നെ ആയിരിക്കും. തേയിലായിരിക്കും. എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ.
ശീതളപാനീയങ്ങൾ, വനവിഭവങ്ങൾ, കരകൗശല വസ്തുക്കൾ, സ്ട്രോബെറി പൊടിയ, സ്ട്രോബെറി ടീ ഓക്കെ വാങ്ങിക്കാം. ബോട്ടിങ്ങിനാണെങ്കിൽ ബോട്ടിങ്ങിന് പോകും. അപ്പോൾ നമ്മളെന്തായാലും അതിനൊന്നും നിൽക്കുന്നില്ല, തിരിച്ചു പോകാം. ട്രക്കിങ് ഈ കാണുന്നതോടൊക്കെ ആയിരിക്കും ട്രക്കിങ്. വേറെ ആൾക്കാർ ബോട്ടിങ് കഴിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് തിരിച്ചു പോകാം. എനിക്ക് വിസിറ്റിക്കാം. ഓക്കെ ഇനി അത് പറയാം. ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ വെയിൽ സമ്മതിക്കണില്ല. വെയിൽ കൊണ്ട് കഴിഞ്ഞ് വല്ല സൺബേണൊക്കെ അടിച്ചിട്ട് വേണം അടുത്ത പണി കിട്ടാൻ. അതുകൊണ്ട് മാത്രം ഈ കാഴ്ചകളോട് പോയി പറഞ്ഞിട്ട് നമുക്ക് നേരെ അടുത്ത തെന്മലയിലേക്ക് പോകാം. അതിലും ഡാമിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫ്രണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. വേണമെന്നുള്ളത് വന്ന് നോക്കാം. ഞാൻ കാണിച്ചിട്ടില്ല. ഇവിടെ വരണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കാണ്ട് വണ്ടി എടുക്കുക, പെട്രോൾ അടിക്കുക, ഇങ്ങോട്ട് വരിക. പെട്രോൾ അടിക്കാൻ കാശില്ലേ? പണിക്ക് പോകണം. അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തും ഇവിടുന്ന് ചോദിക്കണം. അവരൊന്നുമില്ലെങ്കിൽ പണിക്ക് ഉണ്ടാക്കണം. എന്നിട്ട് യാത്രകൾ ചെയ്യണം. എന്നാലേ ജീവിതത്തിന് അതിൻ്റെ ഒരു ഫുൾ ഭംഗി നമുക്ക് കൊടുക്കാൻ പറ്റും. എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ബൈ. നെക്സ്റ്റ് സ്പോട്ടിൽ കാണാം.